ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞ കംപ്ലയിൻസ് ഒന്ന് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിറർ ലെഫ്റ്റ് സൈഡ് ഒന്ന് റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് സെൽഫ് വർക്ക് ചെയ്യില്ല. അപ്പോൾ എത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ആ സ്വിച്ച് മാറ്റിയിട്ട് റെഡി ആയിക്കോളും. പിന്നെ സർവീസിന് വേണ്ടി നമ്മൾ കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇടാനുണ്ട്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ അടക്കണം. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. ഗിയർ ബോക്സിലുള്ള ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റി കളയണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് അടക്കണേ. ഹീറോൻ്റെ തന്നെ കമ്പനി ഒറിജിനൽ ബെൽറ്റാണ് നടക്കണേ, പുതിയ ബെൽറ്റാണ്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഓക്കെയാണ്. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. ജനറൽ സർവീസിന് അത് ക്ലച്ച് ഗ്രീസിങ്ങും ക്ലച്ച് ചെക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അയച്ചാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ ഈ സൈഡ് സ്റ്റാൻഡ് അത്യാവശ്യം ഇതൊക്കെ ഓവലായി പോയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ശരിക്കും ഓവലായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു, കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ മാറ്റേണ്ട ഒരു ടൈമാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ വേറെ ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. കാരണം ഇപ്പോൾ E20 എന്ന് പറയുന്ന പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വണ്ടി അത് ഉപയോഗിക്കുന്ന കാർബറേറ്റർ മോഡലിലുള്ള വണ്ടികൾ, BS6 മുമ്പുള്ള വണ്ടികളൊക്കെ തന്നെ കംപ്ലയിൻസിലേക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇന്ന് വരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ഞാൻ ഇന്ന് വരെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ഈ പെട്രോളിൻ്റെ കംപ്ലയിൻറ്റ്. പെട്രോൾ ഈ പറഞ്ഞ രീതികളെ E20 പെട്രോൾ ആയതുകൊണ്ട് തന്നെ എത്തനോൾ കൂടുതലുള്ളത് കൊണ്ട് അതിൻ്റെ കാർബറേറ്ററിനകത്ത് കിടന്ന് അത് ഒരു ഓക്സിഡേഷൻ വന്നിട്ട് കാർബറേറ്റർ ദ്രവിച്ച് പോകുന്ന പ്രശ്നമാണ് വരാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മളിപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് അഴിക്കുകയും ചെയ്യരുത്. കാരണം അഴിച്ച് ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ കാർബറേറ്റർ കൈയോടെ മാറ്റേണ്ട സിറ്റുവേഷൻ വരും. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ മാത്രം അഴിക്കാം, അതിനെപ്പറ്റി റിപ്പയർ ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ നമ്മളതിന് അഴിച്ച് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യണം. ഈ ബ്രേക്കിൻ്റെ കേബിൾ പറഞ്ഞാൽ ലോഡായിട്ട് നിൽക്കുക. ആ കേബിൾ കൈയോടെ മാറ്റിക്കളയാം. ഫ്രണ്ട് ബ്രേക്കാണ്. അപ്പോൾ നമ്മളത് കൈയോടെ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ വേറി സ്റ്റക്ക് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും മാറണം. അപ്പോൾ എന്തെങ്കിലും ആ കൂട്ടത്തിൽ കൂടെ ഫ്രണ്ട് ബ്രേക്കും കൂടി മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ. ബാറ്ററി നമ്മൾ നോക്കി. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2025 വെച്ചുള്ള ബാറ്ററിയാണ്. ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോഴതിൽ അത്യാവശ്യം ലോഡൊക്കെ എടുക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. പുതിയ പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്തിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ്. സ്പോഞ്ചാണ്, അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫിൽറ്ററിനാണ് സെക്കൻഡറി ഫിൽറ്ററിനാണ് ഇതും മാറ്റി നമ്മൾ പുതിയത് ഇടണം കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. പക്ഷേ നല്ല ഓയിലാണ് കേട്ടോ. മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല. പുതിയ ഫ്രഷ് ഓയിലാണ്. അപ്പോൾ ആ ഓയിൽ തന്നെ മതി. ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് മാറ്റേണ്ടി വരുന്നത് എയർ ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് സെൽഫിൻ്റെ ഒരു സ്വിച്ച് വേണം, ആക്സിലേറ്റർ കേബിൾ വേണം, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഞാൻ സൈഡ് സ്റ്റാൻഡ് കൂടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം അത് നട്ട് ബോൾട്ടൊക്കെ ലൂസായി കിടന്നിട്ട് ഓവലായി പോയേക്കാം. എപ്പോൾ വേണമെങ്കിലും ഒടിയാവുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതും കൂടി ഇട്ടേക്കാം അതിനകത്ത്. കാരണം ഒന്നും മറിഞ്ഞു വീട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതും പണിയാവും ഒടിഞ്ഞു പോണ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. നമുക്കതനുസരിച്ച് വർക്ക് ചെയ്യാം. ഓക്കെ.